നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നിങ്ങളുടെ അമ്മ തന്നെ ഒരു ദിവസം വന്നിട്ട് ഒരു ഗർഭിണിയായ സ്ത്രീയെ കൊന്നിട്ട് അവരെ വയറ് കീറി അവരെ വയറ്റിൽ നിന്നും ഒരു കുഞ്ഞിനെടുത്ത് തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇന്ന് നമ്മൾ ഒരു അമ്മയും മകളും ചേർന്ന് ചെയ്ത ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇത് കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിരിക്കും. ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഇപ്പം തന്നെ പോകാം. അല്ലാത്തവർക്ക് മെറിലിൻ ഒച്ചാവ. ഇവർ ജനിച്ചത് 1999 നവംബർ 26 ആയിരുന്നു. ഇവർ ആദ്യം മെക്സിക്കോയിലായിരുന്നു താമസിച്ചിരുന്നത്. അതിനുശേഷം ജോലിയുടെ ആവശ്യമൊക്കെ ആയിട്ട് ചിക്കാഗോയിലേക്ക് മാറിയിരുന്നു. അർണോൾഫ റാക്കൽ ഇവർ രണ്ടുപേരായിരുന്നു ഇവരുടെ പാരൻസ്. ഈ മെറിലിനെ കുറിച്ച് അവരുടെ ഫാമിലി പറഞ്ഞിരുന്നത് ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഗേളാണ്, എല്ലാവരോടും ചിരിച്ച് സംസാരിക്കും, ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള, എല്ലാവരോടും ഭയങ്കര കമ്പനിയുള്ള, ആരോടും പെട്ടെന്ന് ദേഷ്യപ്പെടാത്ത ആ ഒരു ടൈപ്പ് ഗേളായിരുന്നു മെറിലിൻ. ഇവർക്ക് ലൈഫിൽ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതായത് സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞിട്ട് ഭയങ്കര വലിയൊരു സിംഗർ ആവണം എന്നൊരാഗ്രഹം ഇവർക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു 15 വയസ്സുണ്ടാവും. ആ ഒരു സമയത്ത് തന്നെ ചെറിയൊരു റിലേഷൻഷിപ്പ് ഇവർക്കുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഇവർ യോവനെ എന്നൊരാളെ മീറ്റ് ചെയ്തത്. അങ്ങനെ ഇവർ ആ റിലേഷൻഷിപ്പിലായി ചെറിയ പ്രായത്തിൽ ഏകദേശം 18 വയസ്സായപ്പോൾ തന്നെ ഇവർ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ഒരു സമയത്ത് ജോഷുവ എന്നൊരു കുട്ടിയെ ഇവർ പ്രസവിച്ചിരുന്നു. അടുത്ത വർഷം തന്നെ ഈ യൗവനെയും ഈ മെറിലിനും കല്യാണം കഴിച്ചിരുന്നു. അതേസമയം ഇത്ര ചെറിയ പ്രായത്തിൽ അമ്മ ആയിട്ടും കൂടി അവർക്ക് ആ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം, സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വലിയ സിംഗർ ആവണം എന്നൊരു ആഗ്രഹം കുറേ വർഷമായിട്ട് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസവിച്ച് കുറച്ച് മാസങ്ങളിൽ തന്നെ അവരെ കോളേജ് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം വിചാരിച്ചിട്ട് അവർ തിരിച്ച് കോളേജിലേക്ക് വന്നിരുന്നു. ആ ഒരു സമയത്ത് ഒരു സൈഡ് സ്റ്റഡീസ്, ഒരു സൈഡ് മകൻ, അങ്ങനെ 2 കാര്യങ്ങളും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ 2018 കുറച്ച് വർഷങ്ങളിൽ തന്നെ അവർക്ക് വേറൊരു സർപ്രൈസും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അവർ വീണ്ടും ഗർഭിണിയായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഈ ഒരു കാര്യം കേട്ട സമയത്ത് ഭയങ്കര സന്തോഷിച്ചിരുന്നു. പക്ഷേ ഈ മെറിലിന് മാത്രം ആ ഒരു പോയിന്റിൽ ചെറിയ വിഷമമുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ സ്റ്റഡീസ് 2 കുട്ടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടെൻഷൻ അവർക്ക് ആ ഒരു സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ ഇവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ കാരണം ഒരു സൈഡ് സ്റ്റഡീസ്, ഒരു സൈഡ് 2 കുട്ടികൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആലോചിച്ചിട്ട് ഭയങ്കര സ്ട്രെസ് ഔട്ട് ആയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഹെൽപ്പ് സിസ്റ്റർ ഔട്ട് എന്നൊരു ഗ്രൂപ്പ് അവർ ആ സമയത്ത് കേട്ടിരുന്നു. ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ ഒരു മെമ്പറായിരുന്നു. ആ ഒരു ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു അവസ്ഥയിലുള്ള, അതായത് കുട്ടികളുണ്ട്, അതേസമയം വേറെ കുറേ കാര്യങ്ങൾ സാധിക്കണം, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേര്, ഈ സെയിം മെൻറ്റാലിറ്റിയുള്ള കുറേ പേരുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഹെൽപ്പ് സിസ്റ്റർ ഔട്ട്. അവിടെ ഒരു മെമ്പറായിരുന്നു. ആ ഒരു ഗ്രൂപ്പിലായിരുന്നു ക്ലരിസ എന്ന 46 വയസ്സുള്ള ഒരു സ്ത്രീയെ ഇവർ മീറ്റ് ചെയ്യുന്നത്. ഈ ക്ലരിസ എന്ന് പറയുന്ന സ്ത്രീ, ഇവർക്ക് 2 മക്കളുണ്ടായിരുന്നു. ആദ്യത്തെ കുട്ടി 24 വയസ്സുള്ള ഡെസേറെ, രണ്ടാമത്തെ കുട്ടി 20 വയസ്സുള്ള സാൻഡർ ആയിരുന്നു. പക്ഷെ സാൻഡർ 20 വയസ്സുള്ളപ്പോൾ തന്നെ ചെറിയൊരു രോഗം വന്നിട്ട് രോഗം മാറാതെ മരിച്ചു പോയിരുന്നു. ആ ഒരു സമയത്ത് ഈ ക്ലരിസ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അവരുടെ ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറേ മാസങ്ങളോളം വീട്ടിൽ ഭയങ്കര ഡിപ്രസ്ഡ് അവസ്ഥയിലായിരുന്നു. അതിനുശേഷം കുറേ മരുന്ന് കഴിച്ചിട്ട് ഹോസ്പിറ്റലൊക്കെ കുറേ മാസം നിന്നിട്ട് അതിനുശേഷമൊക്കെ ആയിരുന്നു ഇവർ റിക്കവർ ആയത്. ആ ഒരു പോയിന്റിൽ ഈ ക്ലരിസ അവർ പ്രഗ്നൻ്റ് ആണെന്ന് ഫേസ്ബുക്കിൽ കൂടെ, അതായത് ഈ ഹെൽപ്പ് സിസ്റ്റർ ഔട്ടില്ലേ ആ ഒരു ഗ്രൂപ്പിലും, ഇവരെ ഫേസ്ബുക്കിൽ വേറെ കുറേ ഗ്രൂപ്പിലും, ഫാമിലി ഗ്രൂപ്പിൽ, ഇവരെ ഫ്രണ്ട്സുള്ള വേറെ എല്ലാ ഗ്രൂപ്പിലും ഇവർ ഗർഭിണിയാണെന്ന കാര്യം അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു പോയിന്റിൽ ഇവരുടെ ഫ്രണ്ട്സ്, ഇവരുടെ ഫാമിലി എങ്ങനെയാണ് ഈ ക്ലരിസ ഗർഭിണി ആയി എന്നൊരു കാര്യം ചിന്തിച്ചിരുന്നു. കാരണം ഇവർ ആ ഒരു സമയത്ത് ഇവരുടെ ഫെലോപ്പിൻ ട്യൂബ്സിലെ, അതായത് പ്രഗ്നൻ്റ് ആവാതിരിക്കാനായിട്ട് ഇവരെ ഫെലോപ്പിൻ ട്യൂബ്സ് ഇവർ ടൈ ചെയ്തിരുന്നു. അങ്ങനെ ആയിട്ടും കൂടി ഇവരെങ്ങനെ ഗർഭിണി ആയെന്നായിരുന്നു ഇവരെല്ലാവരും ചിന്തിച്ചിരുന്നത്. പക്ഷേ ആ ഒരു പോയിന്റിൽ ക്ലരിസ അവരുടെ കുട്ടികളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ ഈ അൾട്രാസൗണ്ട് പിക്ചർ, ഇതൊക്കെ ഫേസ്ബുക്കിൽ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവർ കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടി ഇടാനുള്ള ഊഞ്ഞാലില്ലേ അതുവരെ ഇവർ ഫേസ്ബുക്കിൽ കൂടെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു സ്ത്രീ അവരോട് തന്നെ ഓപ്പണായിട്ട് ചോദിച്ചിരുന്നു, നീ ആൾറെഡി ഈ ഫെലോപ്പിൻ ട്യൂബ്സൊക്കെ ടൈ ചെയ്തതല്ലേ, നീ എങ്ങനെ ഗർഭിണിയാണെന്ന് ചോദിച്ചിരുന്നു. ആ സമയത്ത് ക്ലരിസ പറഞ്ഞത് അവർക്ക് ചെറിയൊരു അപ്പൻഡിക്സിൻ്റെ ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഫെലോപ്പിൻ ട്യൂബ്സിൻ്റെ ടൈസൊക്കെ എടുത്ത് മാറ്റിയിരുന്നു. അങ്ങനെയാണ് അവർ ഗർഭിണിയായെന്ന് ആ ഒരു പോയിന്റിൽ അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് എത്രമാത്രം സത്യമാണെന്ന കാര്യം ആർക്കും അറിയില്ലായിരുന്നു. കാരണം ഈ ക്ലരിസ കുറേ കൂടെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കാരണം കുറേ കാര്യങ്ങൾ അങ്ങനെ ഓപ്പണായിട്ട് പറയില്ല, കുറേ കള്ളത്തരങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഈ ക്ലരിസ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അവർ ക്ലോസായിട്ട് അറിയുന്നവർക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് ഓപ്പൺ സംസാരിക്കുന്ന, എപ്പോഴും ആൾക്കാരെ ഫ്രണ്ട്ലിയായി നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാത്രമേ ക്ലരിസയെ കുറേ പേർക്ക് അറിയുള്ളൂ. ആ ഒരു പോയിന്റിൽ ഈ ക്ലരിസ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഹെൽപ്പ് സിസ്റ്റർ ഔട്ട് ഈ മെറിലിൻ മെമ്പറായിരുന്ന ആ ഗ്രൂപ്പ്, ആ ഒരു മെമ്പർ ഗ്രൂപ്പിലും ഈ ക്ലരിസ ജോയിൻ ചെയ്തിരുന്നു. ആ ഒരു പോയിന്റിൽ ഈ ക്ലരിസ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് മെയ് മാസം എൻ്റെ ഡെലിവറിയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും ഈ മെയ് മാസം ഡെലിവറി ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷം മെറിലിൻ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പ് കയറി നോക്കിയ സമയത്ത് ഈ ക്ലരിസ
ക്ലരിസയുടെ ആ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അതായത് മെയ് മാസം ഡെലിവറി ആർക്കെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട്. ആ സമയത്ത് മെറിൽ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തിരുന്നു, എനിക്ക് മെയ് മാസം തന്നെയാണ് എൻ്റെ ഡെലിവറി. അത് ക്ലരിസ ആ സമയത്ത് തന്നെ കണ്ടിരുന്നു. ആ ഒരു പോയിന്റ് തന്നെ ഈ പോസ്റ്റിനൊപ്പം തന്നെ ഈ മെറിൽ വേറൊരു കാര്യം കൂടെ രൂപ ചോദിച്ചിരുന്നു. അതായത് എൻ്റെ രണ്ടാമത്തെ കുട്ടി മെയ് മാസം ജനിക്കാൻ പോകുന്നു, അവൻ ഒരു ബോയാണ്, സ്കാൻ ചെയ്ത് നോക്കിയ സമയത്ത് ഒരു ബോയാണെന്ന് മനസ്സിലായി. ആ കുട്ടിക്ക് വേണ്ട കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ പൈസയും കുറവാണ്. ഇങ്ങനെ ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഐറ്റംസ്, ഈ തുണികൾ, എന്തെങ്കിലും കളിക്കാൻ പറ്റുന്ന ടോയ്സ്, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പൈസയ്ക്ക് എനിക്ക് തരാൻ പറ്റും ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജ്, ആ ഒരു പോസ്റ്റ് ഈ ക്ലരിസ കണ്ടിരുന്നു. ആ സമയത്ത് തന്നെ ഈ ക്ലരിസ റിപ്ലൈയും കൊടുത്തിരുന്നു. അതായത് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ക്ലോത്ത്സ് ഉണ്ട്, കുറേ ടോയ്സ് ഉണ്ട്, നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം, പൈസ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് കണ്ട സമയത്ത്, ഇത് നോക്കിയപ്പോൾ തന്നെ ഈ മെറിൽ ഭയങ്കരമായിട്ട് അങ്ങനെ ടച്ചായിപ്പോയി. കാരണം ഇവർ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഇത്രയും സ്ഥലസ്വഭാവ നല്ലൊരു സ്ത്രീയല്ലേ, ഇവർ ഭയങ്കര ഫ്രണ്ട്ലി എന്നൊക്കെ മനസ്സിലായിട്ട് അപ്പം തന്നെ ഇവർ ചാറ്റിങ് തുടങ്ങിയിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ ഇവർ ചാറ്റ് ചെയ്തിട്ട് ഭയങ്കര ക്ലോസ് ആയി. ആ ഒരു പോയിന്റിൽ ഇവർ എപ്പോൾ മീറ്റ് ചെയ്യാമെന്നും ആ സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മെറിൽ ഏപ്രിൽ 1-ാം തീയതി അവരെ വീട്ടിൽ വന്നിട്ട് സാധനമൊക്കെ എടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. ആ ഒരു സമയത്ത് ക്ലരിസ അവർക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ട്രാപ്പിനെ കുറിച്ചുള്ള ഒരു ഐഡിയയും മെറിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അവർ സ്വന്തം മകളെ ഡെസീറയിലെ, ഈ ക്ലരിസയുടെ മകൾ ഡെസീറ 24 വയസ്സുള്ള അവരോട് ഈ മെറിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ഗർഭിണിയ സ്ത്രീ വരുന്നുണ്ട്, എനിക്ക് അവരെ കൊന്നിട്ട് അവരെ വയറ്റി കീറിയിട്ട് അതിനുള്ള കുഞ്ഞിനെ എനിക്ക് എടുത്തു തരണം എന്ന് ഈ ക്ലരിസ അവരെ മകളോട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് കേട്ടുടനെ ഞെട്ടി തരിച്ചുപോയി ഡെസീറെ. ആ സമയത്ത് ഡെസീർ പറഞ്ഞു, എനിക്കൊന്നും കഴിയില്ല, ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ക്ലരിസ ഒന്നും മിണ്ടിയിരുന്നില്ല, അവിടെ നിന്ന് പോയിരുന്നു. അതിനുശേഷം അവരെ ബോയ് ഫ്രണ്ടിനോടും ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇങ്ങനെ ഗർഭിണിയ സ്ത്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്, അവരെ കൊന്നിട്ട് അവരെ വയറ്റിൽ നിന്ന് ഞാൻ കുഞ്ഞിനെ എടുത്തോട്ടെ ചോദിച്ച സമയത്ത് ബോയ് ഫ്രണ്ട് ശരിക്കും വിറച്ചുപോയി. അത് പറഞ്ഞു, നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് കൊടുക്കും, എനിക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും തീരെ ഇഷ്ടമല്ല, നീ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞ സമയത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്, ഞാൻ അങ്ങനെ ചെയ്യോ, മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ, ഞാൻ അങ്ങനെ ചെയ്യില്ല, ജസ്റ്റ് നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ചിരിച്ചുകൊണ്ട് ക്ലരിസ പോയിരുന്നു. ആ സമയത്ത് അവരുടെ ബോയ് ഫ്രണ്ട് വലിയ സീരിയസ് ആക്കി എടുത്തിരുന്നില്ല. കാരണം അവർ വിചാരിച്ചു പറ്റിക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കുമെന്ന്. അങ്ങനെ ഈ മെറിൽ പറഞ്ഞ ആ ഡേറ്റിൽ ഏപ്രിൽ 1-ാം തീയതി അവർ ഈ ക്ലരിസ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ചിരിക്കുന്ന ട്രാപ്പിനെ കുറിച്ച് ഒന്നും ഈ മെറിൽ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പോകുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ക്ലരിസ, അവരുടെ മകൾ ഡെസീറെ, അവരുടെ ബോയ് ഫ്രണ്ട് 3 പേരും കൂടെ അവരെ നോക്കി, അതായത് ഈ മെറിൽ വരെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ ഈ ക്ലരിസ ബോയ് ഫ്രണ്ട് ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞത് ക്ലരിസയും മകളും കൂടെ ഈ മെറിൽ വരുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇവർ ഭയങ്കരമായിട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അടുത്ത് പോയ സമയത്ത് ഇവർ എന്നെ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, ഇല്ല, ഞാൻ മെറിലെ കൊല്ലാനുള്ള പ്ലാൻ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അയാൾ പറഞ്ഞു, നീ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പോലീസ് റിപ്പോർട്ട് കൊടുക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞ സമയത്ത് ഏപ്രിൽ ഫൂളാണ്, ഇത് ഏപ്രിൽ മാസമല്ലേ, ഏപ്രിൽ ഫൂൾ പറഞ്ഞാണ്, നിങ്ങൾ ഇത്രയും പൊട്ടനാണോ, ഇതൊക്കെ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് ക്ലരിസ അയാളോട് തന്നെ തിരിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ബോയ് ഫ്രണ്ട് അത്ര സീരിയസ് ആക്കി എടുത്തിരുന്നത്, കാരണം ഏപ്രിൽ മാസമല്ലേ, ഏപ്രിൽ 1-ാം തീയതി ഒക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പോൾ ഏപ്രിൽ ഫുൾ ആയിരിക്കും വിചാരിച്ചിട്ട് അത്ര കാര്യമാക്കിയിരുന്നില്ല. ആ ഒരു സമയത്ത് ഈ മെറിൽ അവരെ വീട്ടിലേക്ക് പോയിട്ട് നോക്കുന്ന സമയത്ത് ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ക്ലരിസ. അങ്ങനെ ആ ഐറ്റംസൊക്കെ എടുത്തിട്ട് ഈ മെറിൽ അവരെ കാറിലേക്ക് വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ അവിടുന്ന് തിരിച്ചു വരികയും ചെയ്തിരുന്നു. ആ ഒരു പോയിന്റിൽ ഏപ്രിൽ 29-ാം തീയതി മെറിലിന് വേറൊരു മെസ്സേജും കൂടെ കിട്ടിയിരുന്നു. ആ മെസ്സേജ് എന്താ നോക്കിയാൽ, എൻ്റെ കയ്യിൽ കുറേ കൂടെ ഐറ്റംസ് ഉണ്ട്, അതായത് ക്ലരിസ അയച്ച മെസ്സേജ് തന്നെയാണ് കേട്ടോ, എൻ്റെ കയ്യിൽ കുറേ കൂടെ ഐറ്റംസ് ഉണ്ട്, നിനക്ക് ഫ്രീ ആയിട്ട് തരാം, നിനക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാം, നീ വന്ന് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ മെറിൽ ശരിക്കും ഞെട്ടിരുന്നു, ഓ കുറേ കൂടെ ഐറ്റംസ് ഫ്രീ ആയി കിട്ടുന്നുണ്ടല്ലോ, പോയി എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് മെറിൽ ഓക്കെയാണ് ഞാൻ വരാം. ഞാൻ ഒരു 3 മണിക്ക് ഏപ്രിൽ 29-ാം തീയതി എൻ്റെ മകൻ ഡേ കെയർ സെൻറ്ററിലാണ്, അവിടുന്ന് ഈ മകനെ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓൺ ദി വേയിൽ നിങ്ങൾ വീട്ടിൽ കയറാം, നിങ്ങൾ ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചോളി, ഞാൻ വരുമ്പോഴത്തേക്കും കാറിൽ എടുത്തിട്ട് വന്നേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ റിപ്ലൈ കൊടുത്തു. അങ്ങനെ അന്ന് 3 മണിക്ക് ഈ ക്ലരിസ, അവരെ ബോയ് ഫ്രണ്ട്, മകൾ 3 പേരും കൂടെ വീട്ടിൽ ഈ മെറിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഏപ്രിൽ 29-ാം തീയതി അന്ന് 3 മണിക്ക് ഈ മെറിൽ അവർ പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അതായിരുന്നു ജീവനോടെ ഈ മെറിലിനെ അവസാനമായിട്ട് എല്ലാവരും കണ്ട ആ ഒരു മൊമെൻറ്റ്. അതിനുശേഷം 3 മണിക്ക് പോയിട്ട് ഡേ കെയറിൽ പോയിട്ട് മകനെ പിക്ക് ചെയ്യണം. പക്ഷേ അവർ 3 മണി കഴിഞ്ഞിട്ട് 4 മണി 5 മണിയായിട്ടും ഇവരെ കാണാത്തതുകൊണ്ട്, ഈ മെറിലിനെ കാണാത്തതുകൊണ്ട് ഡേ കെയർ സെൻറ്ററിൽ നിന്നും ഒരു ഫോൺ കോള് ഈ മെറിലിൻ്റെ ഹസ്ബൻഡ് യോവനേക്ക് പോയിരുന്നു. അതായത് മകന് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്താണ് മെറിലിൻ വരാത്തതെന്ന് പറഞ്ഞിട്ട് ഇവർ വിളിച്ചിരുന്നു. ആ സമയത്ത് ശരിക്കും ഈ യോവനെ ഷോക്കായിരുന്നു. കാരണം ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ മകനെ കറക്റ്റ് പഞ്ചുവലായിട്ട് 3 മണിക്ക് പോയിട്ട് ഈ മെറിലിൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 5 മണിയായിട്ടും മെറിലിൻ പിക്ക് ചെയ്യാൻ പോയിട്ടില്ല. എന്താ സംഭവിച്ചത്
സംഭവിച്ചതെന്ന് ഈ യോവനയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല, എന്താ സംഭവിച്ചതെന്ന് ആ ഒരു പോയിന്റിൽ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു പോയിന്റിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വിചാരിച്ചത് ഈ ആൾറെഡി ഈ മെറിൽ 9 മാസം ഗർഭിണിയാണ്, അത് ചിലപ്പോൾ ലേബർ പെയിൻ വന്നിട്ടുണ്ടാവും, അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഏതെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഈ മെറിലിനെ വിളിച്ച ഫോൺ എടുക്കാത്തത്, അതുകൊണ്ടാണ് ഒന്നും അറിയാത്തതെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ ഒരു കാര്യം വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ റിയലായിട്ട് എന്താ സംഭവിച്ചതെന്ന് ആർക്കും ആ ഒരു സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഇങ്ങനെ മെറിൽ എന്നൊരാൾ വന്നിട്ട് അഡ്മിറ്റ് ചെയ്തിരുന്നോ, ഇങ്ങനെ ആരെങ്കിലും അങ്ങോട്ട് വന്നിരുന്നു ചോദിച്ചിട്ട് എല്ലാ ഹോസ്പിറ്റലിൽ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒരു ഇൻഫർമേഷൻ പോലും കിട്ടിയിരുന്നില്ല. ആ ഒരു സമയത്ത് ശരിക്കും എല്ലാവരും പേടിക്കാൻ തുടങ്ങി. കാരണം അങ്ങനെ ഒരു പോസിബിലിറ്റി മാത്രമേ എല്ലാവരും വിചാരിച്ചിരുന്നുള്ളൂ. ഈ ഗർഭിണിയായ സ്ത്രീ ഹോസ്പിറ്റലിൽ എങ്ങനെ അഡ്മിറ്റ് ആയിട്ടുണ്ടാവുന്നു, അങ്ങനെ ഒരു കാര്യം മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ വിളിച്ചിട്ട് ആരും ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ മെറിലിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പോയിന്റ് എല്ലാവരും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. പക്ഷേ 9 മാസം ഗർഭിണിയായ ആ ഒരു സ്ത്രീയെ ആര് എന്ത് ചെയ്യാനാണ്? അത്രയും വീക്കായിട്ടുള്ള, ഒന്ന് നടക്കാൻ പോലും വരെ കഴിയാത്ത ആ ഒരു ഗർഭിണിയെ ആര് എന്ത് ചെയ്യാനാണ് എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ആദ്യം സംശയിക്കുക അവരുടെ ഹസ്ബൻഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സസ്പെക്റ്റ് ഈ യോവനയായിരുന്നു. അയാളെയായിരുന്നു എല്ലാവരും സംശയിച്ചിരുന്നത്. കാരണം ഈ ഭാര്യയെ ഇയാളെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും കവർ ചെയ്യാൻ നോക്കുന്നുണ്ടാവും എന്ന് ഇവരുടെ സ്വന്തം ഫാമിലി മെമ്പേഴ്സ് തന്നെ, അതായത് ഈ മെറിലിൻ്റെ അച്ഛനും അമ്മയും അവരുടെ ബ്രദേഴ്സ് ഇവരെല്ലാം സംശയിക്കാൻ തുടങ്ങി. ഇത് ശരിക്കും ഈ യോവനയ്ക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി. കാരണം അവർ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ലവ് ഭയങ്കര ലവാണ് ഇവർ രണ്ടുപേരും. അവരെല്ലാവരും അസൂയപ്പെടുന്ന തരത്തിലുള്ള ലവ് ആയിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നത്. അവർ തന്നെ ഇപ്പോൾ ഈ യോവന എന്ത് ചെയ്തിട്ടുണ്ടാവുമെന്ന് സംശയിക്കാൻ തുടങ്ങി. ഇത് ശരിക്കും ഈ യോവനയ്ക്ക് ഫീൽ ചെയ്തിരുന്നു. അന്ന് വൈകുന്നേരം ഒരു 7 മണിയോളം നോക്കിയിട്ട് ഈ യോവനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അപ്പം തന്നെ പോലീസുകാർക്ക് സംശയം ഉണ്ടായിരുന്നു ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇയാളെ ഈ പോളിഗ്രാഫ് ടെസ്റ്റ് എടുത്തിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇയാൾ എന്തെങ്കിലും നുണ പറയുന്നുണ്ടാവും നോക്കാനായിട്ടായിരുന്നു ഈ പോലീസുകാരെ തന്നെ ഇങ്ങനെ ചെയ്തത്. ആ ഒരു പോയിന്റിൽ ഇയാൾ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി. ഇയാൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നും പോലീസുകാർക്ക് മനസ്സിലായിരുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്ത സമയത്ത് പോലീസുകാർ പറഞ്ഞത് ഇങ്ങനെ ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ 72 മണിക്കൂർ നോക്കണം, 72 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം യോവനെ 72 മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ആ ഒരു സമയത്ത് ഇവർ ഭയങ്കര കെയർലെസ് ആയിട്ടായിരുന്നു ആ ഒരു കാര്യം, ആ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഹാൻഡിൽ ചെയ്തിരുന്നത്. ഇത് കണ്ട ഈ മെറിലിൻ്റെ ഫാമിലിയും ഈ യോവനയ്ക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം ആൾറെഡി ഈ ഭാര്യ മകള് ഇത് കാണാതിരിക്കുകയാണ്. ആ സമയത്ത് ഇവരും കൂടെ ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോഴത്തേക്കും അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഇവർ ആ ഒരു കേസ് ഏൽപ്പിച്ചിരുന്നു. ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വന്നിട്ട് ഈ മെറിലിൻ അവസാനമായിട്ട് പോയത് ഈ ക്ലരിസ വീട്ടിലേക്കാണ്. അവസാനം മൊമെൻറ്റ് വരെ ചാറ്റ് ചെയ്തത് ക്ലരിസയോടാണ്. കോളേജ് കഴിഞ്ഞിട്ട് ഈ മകനെ ടേക്ക് കെയറിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവർ ഈ ക്ലരിസ വീട്ടിലേക്കാണ് പോയത് എന്ന് കണ്ടെത്താനായിട്ട് വലിയ സമയം എടുത്തിരുന്നില്ല. കാരണം ഈ മെറിലിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അവരുടെ ഇൻബോക്സിൽ എല്ലാ മെസ്സേജും ഓപ്പണായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അവർ അവസാന മൊമെൻറ്റ് വരെ ചാറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റുമായിരുന്നു. ആ പോകുന്നതിന് തൊട്ട് മുമ്പ്, അതായത് 3 മണിക്ക് തൊട്ട് മുമ്പ് വരെ ഞാൻ ഓൺ ദി വേ ആണ്, ഞാൻ വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരെ ആ ഒരു ഇൻബോക്സിൽ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം നേരെ പോലീസ് സ്റ്റേഷനിലേക്കും ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് കൈമാറിയിരുന്നു. അങ്ങനെ പോലീസുകാരൊക്കെ ഈ ക്ലരിസയുടെ വീട്ടിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് അവരെ മകളായ ഡെസീറ ആയിരുന്നു വീടിന് പുറത്ത് നിന്നിരുന്നത്. ആ സമയത്ത് ഡെസീറ അവരെ കണ്ട സമയത്ത് ക്ലരിസ ഇവിടെ ഇല്ല, അവർ ഹോസ്പിറ്റലിൽ കാലിൽ കുറച്ച് ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, കുറച്ച് ദിവസമായി പോയിട്ട് അങ്ങനെ പറഞ്ഞിരുന്നു. അതിനൊപ്പം തന്നെ ക്ലരിസ പ്രസവിച്ചിരുന്നു, ആൺകുട്ടിയാണ്, കുട്ടി ഇപ്പോൾ കൂടെ ഉണ്ടെന്ന് പോകുന്ന വഴിക്ക് പോലീസുകാരെ ഡെസീറെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് നേരെ പോലീസുകാർ ഈ ഹോസ്പിറ്റലിൽ പോയി നോക്കുന്ന സമയത്ത് ഈ ക്ലരിസ അവിടെ ഒരു കുട്ടിയുമായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ കുറച്ച് പോലീസുകാർ ഈ ക്ലരിസയുടെ വീടിൻ്റെ പരിസരത്തൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇനി എങ്ങാനും മെറിൽ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ക്ലരിസയുടെ വീടിൻ്റെ കുറച്ച് ബ്ലോക്ക് മാറിയിട്ട് മെറിലിൻ്റെ കാറ് അവിടെ ഒരു സൈഡ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഇത് കിട്ടിയ കാര്യം ഹോസ്പിറ്റലിൽ ആടിയുള്ള പോലീസുകാരോട് ഇവർ വിളിച്ച് പറഞ്ഞിരുന്നു. അതായത് ഈ ക്ലരിസയുടെ വീടിനടുത്ത് മെറിലിൻ്റെ കാർ നിൽക്കുന്നുണ്ടെന്നൊരു കാര്യം. അങ്ങനെ ഈ ക്ലരിസയോട് അവിടുത്തെ പോലീസുകാർ ഇങ്ങനെ മെറിലിനെ കണ്ടിരുന്നോ, അവർ മിസ്സായിട്ട് 2-3 ദിവസമായി, അവരെ കണ്ടിരുന്ന ചോദിച്ച സമയത്ത് ഈ ക്ലരിസ പറഞ്ഞത് എനിക്കവർ ആരാന്ന് പോലും അറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ ഫേസ്ബുക്കിൽ ചെറുതായിട്ട് മെസ്സേജ് ചെയ്തിരുന്നല്ലാതെ എനിക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല, അവരാരാന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് ഈ ക്ലരിസ പറയുന്നുണ്ടായിരുന്നു. അതും കൂടെ കേട്ട സമയത്ത് ഭയങ്കര സസ്പിഷ്യസ് ആയിട്ടായിരുന്നു അവിടുത്തെ പോലീസുകാർക്ക് ഈ ക്ലരിസ പറഞ്ഞ കാര്യം തോന്നിയിരുന്നത്. കാരണം അവരുടെ എക്സ്പ്രഷൻസ്, അവർ പറഞ്ഞ രീതിയൊക്കെ ഭയങ്കര ബിയേർഡായിട്ടായിരുന്നു.
അങ്ങനെ ആ പോലീസുകാർ അവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ഈ ക്ലരിസയെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ്, അവരുടെ കുടുംബം ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് തന്നെ ഈ കുട്ടിയുടെയും ക്ലരിസയുടെ DNA ടെസ്റ്റും ലാബിലേക്ക് അയച്ചിരുന്നു. കാരണം ഇത് ഇവരുടെ കുട്ടി തന്നെയാണോ എന്ന് അവർക്ക് സംശയമായിരുന്നു. അങ്ങനെ DNA ടെസ്റ്റ് റിസൾട്ട് വന്ന സമയത്ത് ഈ ക്ലരിസയിൽ കൊണ്ടുവരുന്ന കുട്ടിയില്ലേ അത് മെർലിൻ്റെയും യോവനുടേതാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്തിട്ട് ഈ ക്ലരിസയുടെ വീട് പരിശോധിക്കാനായിട്ട് പോലീസുകാർ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഭയങ്കര ഒരു അൺയൂഷ്വലായിട്ട് കുറേ ക്ലീനിങ് സൊല്യൂഷൻസ്, കുറേ ക്ലീനിങ് മെറ്റീരിയൽസൊക്കെ വീടിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ ആ ഒരു ഹാളിൻ്റെ തറയിലും അവരുടെ ടോയ്ലറ്റിലും ഒരു റെഡ് കളർ സ്റ്റൈനസ് ഉള്ളത് അവർ കണ്ടിരുന്നു. അതുകൂടാതെ പിന്നെ പുറകിൽ ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോയി നോക്കുന്ന സമയത്ത് ഈ വേസ്റ്റൊക്കെ ഇടുന്ന വലിയ പാത്രം ഉണ്ടാവില്ലേ, വലിയൊരു ക്യാൻ പോലത്തെ വലിയ പാത്രം, അതിനുള്ളിൽ വെട്ടി നുറുക്കിയ അവസ്ഥയിൽ മെർലിൻ്റെ ബോഡി ഉള്ളതും അവർ കണ്ടിരുന്നു. അതുകൂടാതെ ആ ബോഡിയോടൊപ്പം തന്നെ അവരെ കൊല്ലാൻ ഉപയോഗിച്ച വലിയൊരു കേബിളും അതിനൊപ്പം തന്നെ കഴുത്തിൽ ചുറ്റിയ അവസ്ഥയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലരിസ ഹോസ്പിറ്റലാണ്, ഡെസിറി വീട്ടിലുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ ഇവളൊക്കെ വെച്ചിട്ട് ഈ ഡെസിറിയോട് ചോദിച്ച സമയത്ത് അതെ ഈ ക്ലരിസ ഈ ഗർഭിണിയായ മെർലിനെ കൊന്നിരുന്നു, ഈ കൊന്ന സമയത്ത് ഞാൻ അവരെ സഹായിച്ചിരുന്നെന്ന് ഈ ഡെസിറെ പോലീസുകാരോട് സമ്മതിച്ചിരുന്നു. അതായത് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർ ഓരോന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ മെർലിൻ അന്ന് ഏകദേശം വൈകുന്നേരം ആയ സമയത്ത് വീട്ടിലേക്ക് എത്തിയിരുന്നു. ആ ഒരു സമയത്ത് ഈ ക്ലരിസ അവരെ മുറുക്കി കൊല്ലാനായിട്ട് ആൾറെഡി കേബിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കയറിയ സമയത്ത് അവർ സോഫയിലിരുന്നു. അപ്പോൾ ഈ ശ്രദ്ധ തിരിക്കാനായിട്ട് ഈ പുറകെ വന്നിട്ട് ഈ കേബിൾ ചുറ്റുന്ന സമയത്ത് ശ്രദ്ധ തിരിക്കാനായിട്ട് ഞാൻ മെർലിന് എൻ്റെ വീട്ടിലെ പഴയ ആൽബമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പഴയ ഫോട്ടോസ്, ഞങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവർ ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് പുറകെ കൂടെ വന്നിട്ട് എൻ്റെ അമ്മ ക്ലരിസ അവരെ കേബിളിട്ട് മുറുക്കിയിട്ട് അവർ മരിക്കുന്നതുവരെ മുറുക്കി പിടിച്ചിരുന്നു. അവർ നിലത്ത് വീഴുന്നതുവരെ അങ്ങനെ പിടിച്ചിരുന്നു. അങ്ങനെ ഒരു മരിച്ചതിന് ശേഷം വീട്ടിലുള്ള നേരത്തെ ഒരു കത്ത് റെഡിയാക്കി വെച്ചിരുന്നു, വലിയൊരു മൂർച്ചിലെ കത്തി. അത് ഉപയോഗിച്ചിട്ട് അപ്പം തന്നെ അവരെ വയറ് കീറിയിട്ട് കുഞ്ഞിനെ പുറത്തെടുത്തിരുന്നു. അപ്പോൾ തന്നെ അവരെ ബോഡി കൊണ്ടുപോയിട്ട് വീണ്ടും പുറകിലേക്ക് ഇട്ടു. അതിനുശേഷം 911 വിളിച്ചിട്ട് എമർജൻസി ആയിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഇവർ പറഞ്ഞത് അമ്മ ഇപ്പം പ്രസവിച്ചതേ ഉള്ളൂ, കുഞ്ഞ് ശ്വാസം എടുക്കുന്നില്ല, അവൻ മരിച്ചതും സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ 911 വിളിച്ചിട്ട് ഇവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ 911 ഫയർഫോഴ്സും മെഡിക്കൽ ടീം എത്തുന്ന സമയത്ത് ഇവർ വീടിൻ്റെ പുറത്ത്, വീട്ടിനുള്ളിലേക്ക് ഇവരെ കയറാൻ സമ്മതിക്കാതെ വീടിന് പുറത്ത് ആ മരിച്ച അവസ്ഥയിലുള്ള കൊച്ചിനെ വെച്ചിട്ട്, ആ കൊച്ചു മരിച്ചിട്ടില്ല പക്ഷെ ഭയങ്കര വീക്കായിട്ട് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു, ആ കുട്ടിയെ പിടിച്ചിട്ട് ഈ ക്ലരിസ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മെഡിക്കൽ ടീം അവരെയും ആ കുട്ടിയെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. ആ സമയത്ത് ഡോക്ടേഴ്സ് ഒരു കാര്യം നോട്ടീസ് ചെയ്തിരുന്നു. അതായത് ഒരു സ്ത്രീ, പ്രസവിച്ച സ്ത്രീ കാണിക്കുന്ന ഒരു കാര്യങ്ങളും ഈ ക്ലരിസ അവിടെ വെച്ച് കാണിച്ചിരുന്നില്ല, ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നില്ല. അത് കണ്ട സമയത്ത് ഭയങ്കര ബിയേഡായിട്ടായിരുന്നു ഈ ഡോക്ടേഴ്സ് തോന്നിയിരുന്നത്. ആ ഒരു സമയത്ത് അത്ര കാര്യമാക്കിയിരുന്നില്ല, കുട്ടി രക്ഷിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഡോക്ടേഴ്സ് അത് അത്ര കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ ആ കുട്ടി ഭയങ്കര ക്രിട്ടിക്കൽ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത 3 ആഴ്ചത്തേക്ക് ആ ക്ലരിസയുടെ കുട്ടിയാണെന്ന രീതിയിലായിരുന്നു ക്ലരിസ ഹോസ്പിറ്റലിൽ പെരുമാറിയിരുന്നത്. അതേസമയം ക്ലരിസ ഓൺലൈനിൽ ഈ കുട്ടി ഭയങ്കര ക്രിട്ടിക്കലാണ്, അവർക്ക് കുറേ പൈസ വേണം, ചികിത്സയ്ക്ക് പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് കുറേ പൈസയും വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഈ മർഡർ കവർ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ നോക്കിയിരുന്നത് ഈ ക്ലരിസയുടെ ബോയ് ഫ്രണ്ടായിരുന്നു. വീട്ടിൽ ആ ക്ലിയർ ചെയ്യുന്നത്, ആ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ബോയ് ഫ്രണ്ടായിരുന്നു. അവരുടെ ബോയ് ഫ്രണ്ടിനെ സഹായിക്കാനായിട്ട് അവരുടെ മകളും വീട്ടിലുണ്ടായിരുന്നു. ഈ കംപ്ലീറ്റ് കാര്യം കേട്ട സമയത്ത് യോവനയുടെ ഫാമിലി, മെറിൻ്റെ ഫാമിലി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം സ്വന്തം മകൾ ഇത്രയും ക്രൂരായിട്ട് കൊന്ന ഇവരോട് അവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അതേസമയം കുട്ടി ഉണ്ടെന്നൊരു ആശ്വാസം കൂടെ അവർക്കുണ്ടായിരുന്നു, കുട്ടി ജീവൻ ഉണ്ടെന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മാസത്തിൽ തന്നെ ആ കുട്ടി ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥ എത്തിയിരുന്നു. ആ ഒരു സമയത്ത് മെറിൽ ആഗ്രഹിച്ച പോലെ യാദർ എന്ന പേരായിരുന്നു ആ കുട്ടിക്ക് കൊടുത്തിരുന്നത്. പക്ഷേ കുറച്ച് മാസത്തിൽ തന്നെ ആ കുട്ടി മരിച്ചു പോയിരുന്നു. അതിനുശേഷം ഈ ക്ലരിസയെയും മകളെയും അവരുടെ ബോയ് ഫ്രണ്ടിനെയും 3 പേരെയും പോലീസ് ആ ഒരു മർഡർ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു.